Sandwich theorem for functions of two variables. If f of xy less than or equal to g of xy less than or equal to h of xy for all xy not equal to x naught y naught in a disk centered at x naught y naught, അതായത് ഈ ഒരു കണ്ടീഷൻ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ളത് സെൻറ്ററായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഡിസ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ ഈ മൂന്ന് ഫങ്ഷൻസും എക്സ് നോട്ട് വൈ നോട്ട് എന്നുള്ള പോയിൻറ്റിൽ ഡിഫൈൻഡ് ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ആൻഡ് ഇഫ് ജി ആൻഡ് എച്ച് ഹാവ് സെയിം ഫൈനൈറ്റ് ലിമിറ്റ് എൽ ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, അതായത് ജിക്കും എച്ചിനും എക്സ് വൈ അപ്രോച്ചസ് എക്സ് നോട്ട് വൈ നോട്ടിൽ സെയിം ഫൈനൈറ്റ് ലിമിറ്റ് എല്ലാണ് ഉള്ളതെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ ഓൾസോ ഈക്വൽ ടു എൽ. അതായത് നമ്മൾ ഫങ്ഷൻസ് ഓഫ് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ കേസിൽ പറഞ്ഞതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇത്. അതായത് ജിക്കും എച്ചിനും സെയിം ലിമിറ്റാണ് ആസ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എന്നുണ്ടെങ്കിൽ ആ ലിമിറ്റ് ഫൈനൈറ്റും ആണെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതും ആ സെയിം ലിമിറ്റ് തന്നെ ആയിരിക്കും. അതാണ് സാൻഡ്വിച്ച് തിയറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രോബ്ലംസ് നോക്കാം. ഡസ് നോയിങ് ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 3 ലെസ് ദാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ ബൈ എക്സ് വൈ ലെസ് ദാൻ 1 ടെൽ യു എനിത്തിങ് അബൌട്ട് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ ബൈ എക്സ് വൈ. ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. ഇവിടെ തന്നിട്ടുണ്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 3 ലെസ് ദാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ ബൈ എക്സ് വൈ ലെസ് ദാൻ 1. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 1 മൈനസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 3 എന്നുള്ളത് 1 മൈനസ് 0 ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 1 എന്നുള്ളതും 1 ആണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ബൈ സാൻഡ്വിച്ച് തിയറം ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 tan inverse of xy by xy also equal to 1. Then next question, does knowing that modulus of sin 1 by x less than or equal to 1 tell you anything about limit xy tends to 0 0 y sin 1 by x? Give reason for your answer. തന്നിട്ടുണ്ട് modulus of sin 1 by x less than or equal to 1 which implies minus 1 less than or equal to sin 1 by x less than or equal to 1. സോ ഇൻഇക്വാലിറ്റിയുടെ എല്ലാ ടേംസിലും y മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇൻറ്റു സൈൻ 1 ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 മൈനസ് വൈ എന്നുള്ളത് 0 ആണ്. ആൻഡ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 വൈ എന്നുള്ളതും 0 ആണ്. ഹെൻസ് ബൈ സാൻഡ്വിച്ച് തിയറം ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 വൈ സൈൻ 1 ബൈ എക്സ് ഓൾസോ ഈക്വൽ ടു 0. Then homework question, does knowing that modulus of cos of 1 by y less than or equal to 1 tell you anything about limit xy tends to 0 0 x into cos of 1 by y? Give reason for your answer. Then remark, എല്ലാ കേസിലും നമുക്ക് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിൽ കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. സോ അത്തരത്തിലുള്ള കേസിൽ പോളാർ കോർഡിനേറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, അതിനുശേഷം റിസൾട്ടിങ് ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആസ് ആർ ടെൻസ് ടു 0 കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ. ഇൻ അതർ വേർഡ്സ്, try to decide whether there exists a number L satisfying the criterion. Given epsilon greater than 0, there exists delta greater than 0 such that for all r and theta, whenever mod r less than delta implies modulus of f of r cos theta r sin theta minus L less than epsilon. അതായത് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് for all r and theta with mod r less than delta modulus of f of r cos theta r sin theta minus L എന്നുള്ളത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം.
ഇതെല്ലാ തീറ്റയ്ക്കും ഹോൾഡ് ചെയ്യണം. നമുക്കറിയാം ആർ എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ എക്സ് വൈ ടെൻസ് ടു 0 എന്നുള്ളതിൻ്റെ ഒരു ഈക്വലൻറ്റ് കണ്ടീഷനാണ് ആർ ടെൻസ് ടു 0. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് ലിമിറ്റിൻ്റെ പോളാർ കോർഡിനേറ്റിലുള്ള ഡെഫിനിഷൻ. അങ്ങനെ ഒരു എൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ലിമിറ്റ് ആർ ടെൻസ് ടു 0 എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എൽ. സോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവാലുവേറ്റ് ദി ഫോളോയിങ് ലിമിറ്റ്സ് ബൈ ചേഞ്ചിങ് ടു പോളാർ കോർഡിനേറ്റ്സ് ഇഫ് ദ എക്സിസ്റ്റ്. ഫസ്റ്റ് വൺ, limit xy tends to 0 x cube by x square plus y square. Second one, limit xy tends to 0 x square by x square plus y square. First question le f of xy എന്നുള്ളത് x cube by x square plus y square. പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് x equal to r cos theta, y equal to r sin theta. We get f of r cos theta r sin theta equal to r cube cos cube theta divided by r square sin square theta plus r square cos square theta. ഡിനോമിനേറ്ററിൽ നിന്നും ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആർ ക്യൂബ് കോസ് ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 ആണ്. സോ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ക്യൂബ് തീറ്റ. മോഡുലസ് ഓഫ് കോസ് ക്യൂബ് തീറ്റ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ കോസ് ക്യൂബ് തീറ്റ എന്നുള്ളതൊരു ബൗണ്ടഡ് ക്വാണ്ടിറ്റി ആണ്. മോഡുലസ് ഓഫ് ആർ ഇൻറ്റു കോസ് ക്യൂബ് തീറ്റ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ആർ. നമ്മുടെ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ളത് ആർ കോസ് ക്യൂബ് തീറ്റയാണ്. സോ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ചൂസിങ് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ വി ഗെറ്റ് വെനെവർ മോഡ് ആർ ലെസ് ദാൻ ഡെൽറ്റ, അതായത് മോഡ് ആർ ലെസ് ദാൻ എപ്സിലോൺ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു മോഡുലസ് ഓഫ് ആർ കോസ് ക്യൂബ് തീറ്റ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ആർ. സോ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ആർ കോസ് ക്യൂബ് തീറ്റ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ. So whenever mod r less than delta for all r and theta we have modulus of f of r cos theta r sin theta minus 0 less than epsilon. അതായത് ലിമിറ്റ് ആർ ടെൻസ് ടു 0 എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ഈക്വൽ ടു 0. ഹെൻസ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പോളാർ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ ഈക്വൽ ടു ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഡിനോമിനേറ്ററിൽ നിന്നും ആർ സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 ആയതുകൊണ്ട് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും വിച്ച് ഇസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ. അത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വിച്ച് ടേക്സ് ഓൾ വാല്യൂസ് ഫ്രം 0 to 1, അതായത് തീറ്റ വാരി ചെയ്യുന്നതിനനുസരിച്ച് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 0 തൊട്ട് 1 വരെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടും. അത് മോഡാർ എന്നുള്ളത് എത്ര ചെറുതായാലും ഈ വാല്യൂസ് വാരി ചെയ്തുകൊണ്ടിരിക്കും. ലിമിറ്റ് ആർ ടെൻസ് ടു 0 എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനിഷൻ യൂസ് ചെയ്ത് ഏതൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് ഫോർ ഓൾ ആർ ആൻഡ് തീറ്റ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആറിനും തീറ്റയ്ക്കും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. അതായത് വെനെവർ മോഡ് ആർ ലെസ് ദാൻ ഡെൽറ്റ മോഡുലസ് ഓഫ് എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ളത് കോസ് സ്ക്വയർ തീറ്റയാണ്. അത് മോഡാർ എന്നുള്ളത് എത്ര സ്മോൾ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലും അത് കോസ് സ്ക്വയർ തീറ്റ തന്നെ ആയിരിക്കും. അതായത് അത് ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂസ് 0 തൊട്ട് 1 വരെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു ഫിക്സഡ് നമ്പറിലേക്ക് അത് ടെൻഡ് ചെയ്യുന്നില്ല. അതായത് ഒരു എല്ല് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിൽ. അതുകൊണ്ട് ലിമിറ്റ് ആർ ടെൻസ് ടു 0 എഫ് ഓഫ് ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല.
Therefore, limit xy tends to 0, 0, x square by x square plus y square does not exist. Then, ഒരു homework question. By changing to polar coordinates, if necessary, find the limit of the following functions as xy tends to 0, 0. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ കണ്ടുപിടിക്കാവുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സെക്കൻഡ് വൺ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ.